ഡോക്ടർ അമീത്, ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരു കാലത്ത് നമുക്ക് വളരെ അഭിമാനമായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യരംഗം എന്ന് പറയാം. ഇപ്പോൾ കാര്യം ഭയങ്കരമായിട്ട് സങ്കീർണമായി പല കാര്യങ്ങളും കീഴ്മേൽ മറിയുന്നു. ഇതുപോലെ ഈ എക്സിറ്റ് പ്ലാനുള്ള കമ്പനികൾ വരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ശരിക്കും വളരെ അലോസരം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ ഈ ഇടയ്ക്ക് വെല്ലൂർ മെഡിക്കൽ കോളേജിലെ ഒരു ചികിത്സ സംബന്ധിച്ച് ഒരാളോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ആശുപത്രിയിൽ പറയുന്ന എമൗണ്ടിൻ്റെ ഒരു 70% അവിടെ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ എന്തെല്ലാം രീതിയിൽ സിറ്റുവേഷൻ മോശമാകുന്നു എന്ന് നിങ്ങൾ ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റിക്കായിരിക്കും കുറച്ചുകൂടി നേരെ അറിയാൻ പറ്റുക. ഒരു 3 ആഴ്ച മുമ്പ് ഞാൻ പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. ഇതിനെതിരായിട്ട് ഞാൻ പ്രസ് കോൺഫറൻസ് നടത്തി ഹിന്ദു പേപ്പറിൽ ഫ്രണ്ട് പേജിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എടുത്ത തീരുമാനം MES ഒരു ചെയിൻ ഓഫ് ഹോസ്പിറ്റൽസ് തുടങ്ങാൻ പോവാണ്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാറ് പറഞ്ഞ നമ്മളൊരു സ്റ്റഡി നടത്തിയപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് MES ഉണ്ടായ ബില്ലിന്റെ ഓൾമോസ്റ്റ് 2 to 3 times ആണ് ആവറേജ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ പുറത്തുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് MES ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് നമ്മൾ തീരുമാനിച്ചത് ആ ഒരു ചോയ്സ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു പ്രൈസ് കൺട്രോൾ ആണോ നിങ്ങളുടെ ലക്ഷ്യം? പ്രൈസ് കൺട്രോൾ നമ്മൾ പെരുമ്പള നഗരത്തിലാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് ഉള്ളത്. അവിടുത്തെ ഏറ്റവും ചീപ്പസ്റ്റ് പ്രൈസ് കൺട്രോൾ നമ്മളാണ്. അതുകൊണ്ട് അവിടെ ഉള്ള ബാക്കി പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നമ്മുടെ മേളിൽ ഇച്ചിരി കൂട്ടാൻ പറ്റുള്ളൂ അവർക്ക്. അപ്പോൾ പ്രൈസ് കൺട്രോൾ മെക്കാനിസം ഒരു പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് വരണം. അപ്പൊ അതിനകത്ത് ഒരു മെഡിക്കൽ കോളേജിനോ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള ലോക്കൽ ഗ്രോൺ ഒരു ഹോസ്പിറ്റലിന് സാധിക്കും. എനിക്ക് ഇതിനകത്ത് ആകെ പറയാനുള്ള ഏറ്റവും വലിയ ആശങ്ക സാർ എന്താ അറിയോ, ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് എല്ലാവരും പറഞ്ഞു വലിയ ഇൻവെസ്റ്റ്മെന്റ് വരും, തടയാൻ പറ്റില്ല. പക്ഷെ എന്തറിയോ, ഞാൻ ഒറ്റ ചോദ്യമുള്ളൂ, ഇവർ പറയുന്നുണ്ട് ഭയങ്കര ഡെവലപ്മെന്റ് വരും. ഈ ഫണ്ട് വെച്ചിട്ട് ഇവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് വാങ്ങിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ആശങ്ക. അവർ പുതിയൊരു ഹോസ്പിറ്റൽ പണിയോ ഗ്രീൻഫീൽഡ് പ്രോജക്റ്റ് അല്ല ചെയ്യുന്നത്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ഹോസ്പിറ്റൽസിനെ വാങ്ങിച്ചെടുത്ത് ഒരു ഇന്നവേ ഒരു മോണോപ്പൊളി ഉണ്ടാക്കാണ്. അതൊരു ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് പോകാൻ വളരെയധികം സാധ്യതയുള്ള സിറ്റുവേഷനാണ്. ഓക്കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.